ഹലോ, ഇന്ന് നമുക്ക് ഓർഗാൻസ റിബണും സാറ്റ് റിബണും വെച്ചിട്ട് ഹെയർ ബാൻഡിലും ക്ലിപ്പിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 1 ഇഞ്ച് വീതിയിലുള്ള ഓർഗാൻസ റിബൺ 50 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1/2 ഇഞ്ച് വീതിയിലുള്ള സാറ്റ് റിബണും 50 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സാറ്റ് റിബണ് വൈറ്റ് ഡോട്ട് പ്രിന്റ് വരുന്ന രീതിയിലുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരേ കളറിലുള്ള റിബണിന് പകരം നമുക്ക് 2 വ്യത്യസ്ത കളറിലുള്ള റിബൺ വെച്ചിട്ടും ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു ഓർഗാൻസ റിബണിൻ്റെ മുകളിലായിട്ട് സാറ്റ് റിബൺ വരുന്ന രീതിയിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റത്താക്കി പിടിച്ചിട്ട് നമ്മൾ ലൈറ്റർ വെച്ചിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ചൂടാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിതുപോലെ നമ്മുടെ 2 റിബണുകളും ഒട്ടിയ രൂപത്തിൽ കിട്ടും. ഇനി നമ്മളൊരു സൂചി എടുത്തിട്ടുണ്ട്. അതിലൂടെ നൂല് കോർത്തെടുത്തിട്ട് നൂലിൻ്റെ 2 അറ്റവും കൂട്ടിയിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൂചി വെച്ചിട്ട് നമ്മുടെ റിബൺ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ മുകളിലേക്കും താഴേക്കുമായി വരുന്ന രീതിയിൽ റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 റിബണുകളും നീങ്ങി പോവാതെ ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ നമുക്ക് റിബൺ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള ഹെയർ ബാൻഡ് മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒരുപാട് മേക്കിംഗ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളിതിൻ്റെ അവസാന ഭാഗത്തും ഫസ്റ്റിൽ ചെയ്ത പോലെ ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ നൂലിൻ്റെ അറ്റത്തായിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫസ്റ്റ് ഭാഗത്തായിട്ട് ഇതുപോലെ കാണാം. അത് നമ്മൾ കുറച്ചൊന്ന് വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 2 നൂലുകൾക്കിടയിലൂടെ നമ്മൾ സൂചി ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 2 നൂലുകൾക്കിടയിലൂടെ സൂചിയെ കോർത്തിട്ട് നല്ല ടൈറ്റാക്കിയിട്ടൊന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി പിടിച്ചിട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നല്ല ഒരു ഫ്ലവറായിട്ട് കിട്ടുള്ളൂ. ഇതേപോലെ അങ്ങ് വലിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫ്രില്ലെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. നല്ല ടൈറ്റാക്കി പിടിച്ച ശേഷം നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഈ ഒരു നൂലിനെ ഒന്ന് ലോക്കിട്ട് കൊടുക്കാം. അതിനായിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി മുകളിലേക്ക് എടുത്ത ശേഷം നൂല് സൂചിയിൽ ചുറ്റി എടുത്തിട്ടാണ് ഞാൻ സാധാരണ ലോക്കിട്ട് കൊടുക്കാറുള്ളത്. ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഫ്രില്ലെല്ലാം ഒന്നുകൂടെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ശരിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെയുള്ള ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 2 ഫ്ലവർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും സ്റ്റോണോ ബീഡ്സോ ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതൊരു സ്റ്റോണാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ഫ്ലവറിലും ഇതുപോലെ ഓരോ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോണിന് പകരം വേണമെങ്കിൽ നമുക്ക് 1/2 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ വെച്ചിട്ട് റോസ് ഫ്ലവർ ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചെടുത്താൽ നല്ല ഭംഗിയിലുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറുകളെ ഹെയർ ബാൻഡിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അലിഗേറ്റർ ക്ലിപ്പിലെല്ലാം ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇതേ രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ നമുക്ക് നല്ല ഭംഗിയിലുള്ള ക്ലിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ കളറിലോ അതല്ലെങ്കിൽ ഫ്ലവറിൻ്റെ സെയിം കളറിലോ ഉള്ള ഹെയർ ബാൻഡിലും ഇതുപോലെ ഫ്ലവർ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. 2 ഫ്ലവറോ അല്ലെങ്കിൽ 3 ഫ്ലവറൊക്കെ ആക്കിയിട്ട് ഒട്ടിച്ചെടുത്താൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഹെയർ ബാൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.